സോ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് വാർപ്പ് ടൂൾ യൂസ് ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആ സ്റ്റിക്കറിനെ സിലിണ്ടർ ചെയ്യുന്ന ഓപ്ഷൻ ആണെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. സോ ഇപ്പൊ ജസ്റ്റ് അതിനും നമുക്കൊരു ഇമേജ് ആവശ്യപ്പെടും. ഓക്കെ, ജസ്റ്റ് ഒരു പ്ലെയിൻ ഒരു മിൽക്ക് അവർ ബോട്ടിലാണത്. സോ ഇതിന്റെ പുറത്താണ് നമ്മൾ ഒരു സ്റ്റിക്കർ കൊണ്ടുവരാൻ പോകുന്നത്. സോ അതെങ്ങനെയാണ് നോക്കാം. അത് നമ്മൾ വാർപ്പ് ടൂൾ യൂസ് ചെയ്യാണ് നമ്മളിത് കൊണ്ടുവരേണ്ടത്. സോ അതിനാദ്യം ഞാൻ ഇന്നൊരു ഇമേജ് ജസ്റ്റ് തന്നെ സ്റ്റിക്കർ നമുക്ക് ആവശ്യപ്പെടുന്ന ഒരു ഇമേജിനെ ഞാൻ ഓപ്പൺ ചെയ്യാം. സോ ആ ഇമേജ് ഈ ഇമേജ് ആണ് നമ്മൾ അകത്ത് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോ ആദ്യം ഈ ഇമേജിനെ ജസ്റ്റ് റെക്ടാംഗിൾ ടൂൾ യൂസ് ചെയ്ത് ആ ഇമേജിനെ ഞാൻ പ്രോപ്പറായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ക്രോപ്പ് ചെയ്തെടുത്ത് ജസ്റ്റ് ആ സ്ഥലത്ത് ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് കൺട്രോൾ ടി കൊടുത്ത് അതിനെ പ്രോപ്പറായിട്ട് ആ ബാട്ടിലിനെ ഏറ്റതുപോലെ ആ സ്ട്രക്ചറിന് ഏറ്റതുപോലെ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം. ഇതിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ് ഉണ്ട്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സോ ജസ്റ്റ് ഇതിപ്പോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡിസ്റ്റോർട്ട് ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്തുണ്ടെങ്കിൽ നമുക്ക് അതിന് ഏറ്റതുപോലെ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് അതുപോലെ അതിന്റെ പുറത്ത് വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാർപ്പ് ഒരു ഓപ്ഷൻ കാണും. ജസ്റ്റ് അതിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് വാർപ്പാണ് നമുക്ക് കൊടുക്കേണ്ടത്, കസ്റ്റം സൈസും ഉണ്ട്. സോ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് സിലിണ്ടർ ആണ് ആവശ്യം. ചിലപ്പോൾ നിങ്ങൾ റൗണ്ട് ബോട്ടിലാണ്, അതിന്റെ പുറത്ത് ആ സ്റ്റിക്കർ റൗണ്ട് ആയിട്ട് വരേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് സിലിണ്ടർ ഓപ്ഷൻ കാണും. ഞാൻ വച്ചിരിക്കുന്ന അറൌണ്ട് 2020 വേർഷൻ ആണ്. സോ 2023 ആ 2025 വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സിലിണ്ടർ ഓപ്ഷൻ കാണും. ഓക്കെ, ഇപ്പൊ നമുക്ക് അതില്ലാതെ വേറെ ഈ ആർട്ട് ലോഗോ ഈ വേർഷൻ എടുത്താൽ നമുക്ക് ഈ ഓപ്ഷൻ വരും. അതുപോലെ നമുക്ക് വേറെ വല്ല ഓപ്ഷൻ ഓൺ ആവശ്യമുണ്ടെങ്കിൽ കൺട്രോൾ ടി കൊടുത്ത് സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് അതുപോലെ നമ്മൾ ഈ വാർപ്പ് ടൂൾ സെലക്ട് ചെയ്തിട്ട് വേറെ ഉള്ള ഓപ്ഷനാണ്. ജസ്റ്റ് എനിക്ക് ഈ റൗണ്ടിലാണ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഫൈൻ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, ഇവിടെ തന്നെ ആ ലെയറിനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. അത് പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ഇന്നും നാച്ചുറലായിട്ട് നമുക്ക് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.